ഇന്നും ഒരു യാത്ര പോകാന്ന് വെച്ചു. എടപ്പള്ളിയിൽ നിന്ന് 36 കിലോമീറ്റർ ദൂരത്തിലുള്ള കൊച്ചരിക്കൽ കേവിലേക്കാണ് ഇന്നത്തെ യാത്ര. അധികം ഫേമസ് അല്ലാതിരുന്ന ഈ സ്ഥലം കരിക്കെന്ന് പറഞ്ഞ എപ്പിസോഡിലാണ് ഈ ഒരു സ്ഥലം ക്ലിക്കായത്. ഒരു ദിവസം കൊണ്ട് പോയി ചില്ലായിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. രാവിലെ തന്നെ ഒരു ഫ്രഷ് ലൈമും പപ്സും അടിച്ചിട്ട് യാത്ര ഇങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി. ഇവിടെ ഒരു പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വമ്പൻ മരവും. ഈ വമ്പൻ മരത്തിന്റെ അടിയിലാണ് ഒരു ഗുഹ വരുന്നത്. നല്ല രീതിക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കഷ്ടിച്ചൊരു കാറിന് വരാൻ പറ്റുന്ന വീതിയാണ് വഴികൾക്കുള്ളത്. ഇവിടെ കയറണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. മെയിൻ ഗേറ്റിന്റെ അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ആ ഗുഹേന്റെ അവിടത്തേക്ക് എത്താൻ പറ്റും. വെട്ടുകല്ലിൽ നാച്ചുറൽ ആയിട്ടുണ്ടായ ഗുഹയാണിത്. ഗുഹയെ തടഞ്ഞുകൊണ്ടൊരു മരവും നിൽക്കുന്നു. അതിന്റെ വേരുകളാണ് കൗതുക കാഴ്ച. സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ. ഗുഹയ്ക്കുള്ളിലേക്ക് കയറണമെങ്കിൽ കുറച്ചൊന്നും കഷ്ടപ്പെടണം. മരങ്ങൾക്കിടയിലൂടെയുള്ള സൂര്യപ്രകാശം ഒരു കാഴ്ച തന്നെയാണ്. വലിയ വേരുകളായതുകൊണ്ട് തന്നെ അത്തേ പിടിച്ച് ഞങ്ങൾ അതിന്റെ മേലേക്ക് കയറി. കയറലും ഇറങ്ങലും കുറച്ച് ടാസ്ക് തന്നെയാണ്. ഗുഹയ്ക്കുള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ല തണുപ്പും. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. കേവിന്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ഒരു കുളവുമുണ്ട്. കയറിയതുപോലെ തന്നെ സാഹസികമായിട്ട് തിരിച്ചിറങ്ങി. ഈ മരത്തിന്റെ താഴെ നിൽക്കുമ്പോൾ അതിന്റെ സൈസ് നമുക്ക് കറക്റ്റ് അറിയുള്ളൂ. അവിടുന്ന് ഞങ്ങൾ കുളത്തിലേക്ക് പോയി. അത്യാവശ്യം നല്ല തിരക്കാണ് ഇന്നിവിടെ. കുളത്തിലൊന്നും ആരും ചാടി കുളിക്കുന്നതും കണ്ടില്ല. ഞങ്ങളാണെങ്കിൽ കുളിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. ആൾക്കാരുള്ളത് കൊണ്ട് ഒരു ചെറിയ ചമ്മലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ ചാടി. ആദ്യം നീന്തൽ അറിയുന്ന ഒരാളെ കുളത്തിന്റെ ആഴം അളക്കാൻ വേണ്ടി ഫസ്റ്റ് ചാടിച്ചു. ഒരാൾ ഹൈറ്റിലാണ് മാക്സിമം വെള്ളം വരുന്നത്. നല്ല പച്ച കളർ വെള്ളമാണ്. ഞങ്ങൾ ചാടുന്നത് കണ്ടിട്ട് പിന്നെ ഒരു പടയായിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. ഇവിടെ വരുവാണെങ്കിൽ വെള്ളത്തിൽ ചാടാനുള്ള രീതിയിൽ തന്നെ വരണം, എന്നാൽ മാത്രമേ ഒരു രസം ഉണ്ടാവുള്ളൂ. വലിയ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് നീന്തൽ അറിയാത്തവർക്കും ഇതിൽ ചാടാൻ പറ്റും. കുറെ ആൾക്കാർ ചാടിയപ്പോഴത്തേക്കും വെള്ളം കലങ്ങാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങ് വിട്ടു. കുളത്തിന്റെ സൈഡിലായിട്ട് വേറൊരു മരമുണ്ട്. ആ മരത്തിന്റെ അടിഭാഗത്ത് നിന്ന് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല തെളിഞ്ഞ വെള്ളവും. ഈ ഒരു ഭാഗം ശരിക്കും ഒരു ഫോറസ്റ്റ് ആംബിയൻസ് തന്നെയാണ്. ഇവിടെയൊക്കെ മാരേജിന്റെ മറ്റും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു മടങ്ങാന്ന് വിചാരിച്ചു. തിരിച്ചു കയറിയപ്പോൾ ആ ഗുഹേന്റെ സൈഡിൽ തന്നെ ഒരു കുടിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചു കയറി. മേലെ കയറി അവിടുത്തെ കടയിൽ നിന്ന് കുറച്ച് കുറുക്കുറും വാങ്ങി അടിച്ചു. പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് റൈഡ്. കൊച്ചരിക്കൽ കേവിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ നോട്ട് ചെയ്ത ഒരു സ്പോട്ടാണിത്. പോകുന്ന വഴിയിൽ തന്നെ ഉള്ള ഒരു സ്ഥലം. പണ്ട് കരിങ്കല്ല് മൊത്തം വെട്ടിയെടുത്തിരുന്ന ഒരു കോറയാണിത്. ഈ കോറയിൽ കുറച്ചു പേരൊക്കെ മീനെ പിടിക്കുന്നതും അതിന്റെ സൈഡിലായിട്ട് കുറെ പേര് കുളിക്കുന്നതൊക്കെ കാണാം. എന്തായാലും നല്ല ആഴം കാണും ഇവിടെ. അതിന്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ തോടുണ്ട്. അവിടെ വെള്ളം കെട്ടി നിർത്തി ചെറിയൊരു പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെ നിന്നപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു താഴോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. സംഭവം ഞങ്ങൾ ഈ കോറ കണ്ടിട്ട് നടത്തിയാണ്. ശൂലം വാട്ടർഫാൾസ് എന്നാണ് അതിന്റെ പേര്. എന്തായാലും വന്നതല്ല, എന്നാ പോയി കാണാൻ എഴുതിയിട്ട് താഴോട്ട് ഇറങ്ങി. ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെയാണ് താഴോട്ടുള്ള വഴി. അധികം ആൾക്കാരൊന്നുമില്ല ഇങ്ങോട്ട്. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് ജസ്റ്റ് ഫോട്ടോസും മറ്റും എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം. പിള്ളേർക്കൊക്കെ ചാടി കുളിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ആദ്യം കണ്ട ഭാഗത്തു നിന്ന് മേലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യൂ കിട്ടുന്നതിന് മേലേക്ക് ചാടി. ഇവിടെ കുറച്ചുകൂടി ഒരു രസമുണ്ട്. ഞങ്ങൾ പോയ സീസണിൽ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നും ഇല്ല. പാറേന്റെ ഇടയിലൂടെ ചെറിയ ചെറിയ കുഴികൾ കാണാം. വെള്ളം വീണായതാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തി നേരെ മേലേക്ക് കയറി. തിരിച്ചു കയറുമ്പോൾ കുറച്ച് കുത്തുകയറ്റം തന്നെയാണ്. പാറകളുടെ ഇടയിലൂടെയൊക്കെയാണ് വഴിയുള്ളത്. അങ്ങനെ തിരിച്ച് അവിടുന്ന് എറണാകുളത്തേക്കുള്ള മടക്കയാത്ര. വിശന്നിരുന്നതുകൊണ്ട് പ്ലേറ്റിലിരുന്ന മന്തി തീർന്നത് അറിഞ്ഞില്ല. വയറും മനസ്സും നിറച്ച് അവിടുന്ന് ഒരു മടക്കം.